ഇന്നത്തെ കാലത്തെ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നില്ല, കുട്ടികൾക്ക് വായനാശീലമില്ല, വായിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് എല്ലാവരുടെയും പരാതി. പലപ്പോഴും ഈ പരാതി നാം കേട്ടിട്ടുണ്ട്, സ്കൂളുകളിലും വീടുകളിലും എല്ലാം. പഴയ കാലത്തെ പോലുള്ള ഒരു കാലഘട്ടമാണോ ഇപ്പോൾ? ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ കാലഘട്ടം മൊബൈൽ, TV, വാഹനങ്ങൾ, ശബ്ദകോലാഹലങ്ങളുടെ ഒരു കാലഘട്ടമാണിത്. എന്നിട്ട് പോലും കുട്ടികൾ വായിക്കുന്നുണ്ട്. വായനാശീലമുള്ള കുട്ടികൾ, ചെറുപ്പകാലം തൊട്ട് വായിക്കാൻ വീട്ടുകാർ തന്നെ പ്രേരിപ്പിക്കുന്ന കുട്ടികൾ വായിക്കുന്നുണ്ട്. അവർ വായിക്കാനുള്ള സമയം കണ്ടെത്തി വായിക്കുന്നുണ്ട്. ചില കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ ലൈബ്രറിയിലോട്ട് പോയി ഉച്ച സമയങ്ങളിലൊക്കെ വായിക്കുന്നത് കാണാറുണ്ട്. കഥകൾ പറഞ്ഞു കൊടുത്തും പുസ്തകങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടി തീർച്ചയായിട്ടും വായനാശീലമുള്ള കുട്ടിയായിരിക്കും. കഥകൾ പറഞ്ഞു കൊടുത്ത്, പുസ്തകങ്ങൾ കാണിച്ചു കൊടുത്ത് അതിനോട് താല്പര്യം ഉണ്ടാക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും വായനാശീലമുള്ള കുട്ടികളായിരിക്കും. ഒരു കാര്യം കാണുന്നു, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കുട്ടികളിൽ പ്രയോഗിച്ച കാര്യമാണ്. എല്ലാ വെക്കേഷൻ വരുമ്പോഴും, വെക്കേഷൻ തുടക്ക ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ പുറത്തുപോയി പുസ്തകശാലകളിൽ, കടകളിൽ പോയി, അതുപോലെ പബ്ലിഷേഴ്സിൻ്റെ പുസ്തക ചന്തയുണ്ടാവും, അതിലൊക്കെ പോയി എക്സിബിഷൻ ഉണ്ടാകും, കുട്ടികൾക്ക് ആവശ്യം. പിന്നെ സെക്കൻഡ് ബുക്സ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് ഇന്നത്തെ കളിക്കുടുക്ക, അന്നത്തെ ബാലരമ, അങ്ങനെയുള്ളതൊക്കെ, പൂമ്പാറ്റ തുടങ്ങിയവയൊക്കെ ഒരുമിച്ച് കിട്ടണമെങ്കിൽ, ഏതെങ്കിലും ഒന്നൊക്കെയല്ലേ നമുക്ക് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് ഇതെല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ബുക്സ് വിൽക്കുന്നിടത്ത് പോയി അതെല്ലാം വാങ്ങിച്ച് വീട്ടിലോട്ട് വന്ന് ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് പുസ്തകങ്ങൾ ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ, പതുക്കെ അവരോടൊപ്പം ഇരുന്ന് നാം കുറച്ച് വായിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വായിക്കും. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തതാണ്, അവർ ഒരു 3-4 ക്ലാസ്സുകളിൽ എത്തുമ്പോൾ വായിച്ച പുസ്തകത്തെക്കുറിച്ച് കുറിപ്പുകൾ എഴുതാൻ പറയും. അതിൽ ഒരു ഉദാഹരണമാണ് ഇത്. കണ്ടോ, ചെറുപ്രായത്തിൽ തന്നെ നാം ഇതുപോലുള്ള കുഞ്ഞു പുസ്തകങ്ങൾ, ചിത്രകഥകളുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ ചിത്രം നോക്കിയിരുന്ന് പിന്നെ ഊഹിച്ചും നോക്കിയും കണ്ടും അവർ വായിക്കും. പിന്നീട് പതുക്കെ വലിയ വലിയ വായനകളിലോട്ട് അവർ പോകും. ഇത് ഞാൻ എൻ്റെ കുട്ടികളിൽ പ്രയോഗിച്ച ഒന്നാണ്. അതായത് അവർക്ക് ഒരു 3-4 ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ അവരോട് വായിച്ച പുസ്തകത്തിനെക്കുറിച്ച് എഴുതാൻ പറയും. സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിലല്ല, വെക്കേഷൻ സമയത്ത് ഇങ്ങനെ എഴുതാൻ പറയും. അപ്പോൾ അവരത് എഴുതി ആദ്യമൊക്കെ തെറ്റ് തിരുത്തേണ്ടി വരും. പിന്നെ സ്വയം നല്ല നല്ല വാചകങ്ങളിൽ അവർക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ എഴുതി ആ 2 മാസം മിക്കവാറും ദിവസങ്ങളിൽ എഴുതും. പിന്നെ തിരക്കുകളുള്ള ചില ദിവസങ്ങളിൽ മാത്രം ഒഴിവാക്കും. അങ്ങനെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ 10-60 ദിവസമൊക്കെ കിട്ടും. അതിലൊരു 40-45 ദിവസം എന്തായാലും എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ബുക്കിൽ ഒരുവിധം എല്ലാ ദിവസവും എഴുതിയിട്ടുണ്ട്, 2-3 ദിവസമൊക്കെയാണ് എഴുതാത്തതുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് കുട്ടികളെ നാം പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ, അവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ഭംഗിയുള്ള അക്ഷരങ്ങളും നല്ല ഭംഗിയുള്ള ഭാഷയും ആശയങ്ങളുമൊക്കെ തനിയെ ഉണ്ടാകും. അതാണ്. അപ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് എഴുതുക, വായിക്കുക. പിന്നെ അവരോട് നമ്മൾ പറയേണ്ട കാര്യമില്ല, അവർ എഴുതും. ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ അത് നിർത്തൂട്ടോ, കാരണം ഹൈസ്കൂളായി കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത വർഷത്തെ ബുക്ക് വാങ്ങിച്ച് പഠിക്കലാണ്. പിന്നെ 8ാം ക്ലാസ് തൊട്ടുള്ള വെക്കേഷനിൽ അടുത്ത വർഷത്തെ ബുക്ക് വാങ്ങിക്കും, അത് വീട്ടിലിരുന്ന് പഠിക്കും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഡയറി എഴുത്തായി സ്വന്തം സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ, അല്ലേ? മൊബൈലിലൊക്കെ നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വായിക്കാൻ ആഗ്രഹമുള്ളവർ പുസ്തകമായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു.